നമസ്കാരം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലെത്തിയ അന്നു മുതൽ നരേന്ദ്രമോദിയെ വധിക്കാനുള്ള പല പദ്ധതികളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതെല്ലാം നിഷ്പ്രയാസം തകർക്കാൻ മോദിയുടെ പ്രത്യേക സുരക്ഷാ ഭാഗമായ SPGക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും IBക്കും റോയ്ക്കും കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതി ഇടുന്നതായി ഒരു സന്ദേശം രാവിലെയോടെ മുംബൈ പോലീസിന് ലഭിച്ചു. ഇതോടെ ചടുല വേഗത്തിൽ മുംബൈ പോലീസ് അന്വേഷണം നടത്തി. എങ്കിലും മെസ്സേജ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിനും SPG ടീമിനും മുംബൈ പോലീസ് കൈമാറിയിട്ടുണ്ട്. വധഭീഷണി മുഴക്കിയ വ്യക്തിയുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ ലൊക്കേഷൻ ലഭിച്ചത് രാജസ്ഥാനിലെ അജ്മീരിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്നാണ് സന്ദേശം എത്തിയതെന്നാണ് മുംബൈ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടെ ഫസ്റ്റ് റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ SPG ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും അയച്ചിട്ടുണ്ട് മുംബൈ പോലീസ്. 2 ISI ഭീകരർ രാജ്യത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും രാജ്യത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിടുന്നുണ്ട് എന്നായിരുന്നു സന്ദേശത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് ഇവരുടെ ലക്ഷ്യമെന്നും സ്ഫോടനത്തിലൂടെ വധിക്കാനാണ് ലക്ഷ്യമെന്നാണ് സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരം ഒരു പ്രഥമ റിപ്പോർട്ട് അതായത് FIR ഫയൽ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് നേരെ ഉള്ള വധഭീഷണി അതീവ ജാഗ്രതയോടെയാണ് SPGയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും IBയും നോക്കിക്കാണുന്നത്. മോദിക്ക് നേരെ വധശ്രമ ഭീഷണി ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പഴുതടച്ച ഒരു അന്വേഷണമാണ് IBയുടെ നേതൃത്വത്തിലും SPGയുടെ നേതൃത്വത്തിലും നടക്കുന്നത്. ഇന്ത്യ ആക്രമിക്കണമെന്ന പ്രഖ്യാപനവുമായി ജെയ്ഷെ മുഹമ്മദ് കേഡർമാരെ കഴിഞ്ഞ മാസം മസൂർ അസർ അഭിസംബോധന ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യയെയും ഇസ്രയേലെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തണമെന്ന വ്യക്തമായ ആഹ്വാനം ഉണ്ടായിരുന്നതും ഈ ഭീഷണി അതീവ ജാഗ്രതയിലാണ് കേന്ദ്രം നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് മാസങ്ങൾക്ക് അതായത് കഴിഞ്ഞ വർഷം ആണ് പഞ്ചാബിൽ 20 മിനിറ്റോളം നരേന്ദ്രമോദി പാലത്തിൽ കുടുങ്ങിയത്. അതും SPG അതീവ ജാഗ്രതയിൽ അതെല്ലാം തന്നെ കോർത്തിണക്കിയാണ് ഇക്കുറിയും അന്വേഷണം നടത്തുന്നത്. കാരണം 3ാം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം പാകിസ്ഥാനിൽ നിന്ന് നിരന്തരം ഇന്ത്യക്കും മോദിക്കുമെതിരെ ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. SPG ഓരോ ദിവസവും നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റിയിൽ പലവിധ മാറ്റങ്ങളും ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഓരോ സംസ്ഥാനത്ത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമ്പോഴും വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോഴും അത് സന്ദർശിക്കുമ്പോഴും നമ്മുടെ ഭാരതത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പോകുമ്പോഴും ആ സംസ്ഥാനത്തിന്റെ രീതിയുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റ് സെക്യൂരിറ്റി നരേന്ദ്രമോദിക്ക് SPG ഒരുക്കി കൊടുക്കാറുണ്ട്. എന്തായാലും ഈ വധഭീഷണി വന്ന സന്ദേശം എന്തായാലും SPGയും മുംബൈ പോലീസും IBയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നിസ്സാരമായി അവർ എടുക്കുന്നില്ല. അതീവ ജാഗ്രതയോടെ അല്ലെങ്കിൽ അതീവ ഒരു അന്വേഷണമാണ് അവർ ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.